ഒരു ക്രാഫ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്കാണ് ഇതൊക്കെയാണ് എൻ്റെ ടേബിളിൻ്റെ കോല്. മൊത്തം അലങ്കോലമായി കിടക്കണം. അവസാനം ഇതെല്ലാം കൂടെ തട്ടിപ്പറക്കി എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സമയം എടുത്തു. ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ക്രാഫ്റ്റാണ്. സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രേപ്പ് പേപ്പേഴ്സ് മേടിച്ച് വെക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കുറേയായി. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ക്രാഫ്റ്റാണ് ഞാൻ ഇന്ന് സെറ്റാക്കിയിരിക്കുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, ഒരു ജയൻറ്റ് ഫ്ലവറാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സംഭവം സെറ്റ് ആവുമെന്ന് ഒരു ഐഡിയ ഇല്ലാതാണ് തുടങ്ങിയത്. പക്ഷേ നിങ്ങൾ ക്രേപ്പ് പേപ്പർ എന്താ പറയുക മേടിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്രേപ്പ് പേപ്പർ എടുക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ എന്ന് പറയുമ്പോൾ പശ ഒട്ടിക്കും പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ മൂന്ന് രീതിയിൽ ക്രേപ്പ് പേപ്പേഴ്സാണ് എനിക്ക് വന്നത്. പക്ഷേ അടിപൊളിയായിരുന്നു. ഒരു അവസാനം വന്നപ്പോഴത്തേക്ക് നല്ല സൂപ്പറായിരുന്നു. മൊത്തം ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ച് കൊടുക്കാതെ നമ്മുടെ സ്റ്റിക്ക് വരുന്ന ഭാഗം മാത്രം ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എൻ്റെ പകുതിയൊക്കെ വെച്ച് കീറിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സാധനത്തിൻ്റെ ഫൈനൽ റിസൾട്ട് അടിപൊളിയായിരുന്നു. കുറച്ച് ടൈം കൺസ്യൂമിങ് പരിപാടിയാണെങ്കിലും സംഭവം അടിപൊളിയാണ്. എന്താ പറയുക, നമുക്ക് ഒരിക്കലും റിഗ്രറ്റ് വരത്തില്ല. നമ്മുടെ ടൈം വെറുതെ പോയെന്ന് ഒരിക്കലും നമുക്ക് ആഗ്രഹിക്കേണ്ടി വരത്തില്ല. സംഭവം നല്ല സൂപ്പർ സാധനമായിരുന്നു. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബെൻഡ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. ഈ സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് നടുക്ക് വെക്കാനായിട്ടാണ് ഇത് എടുത്തത്. എൻ്റെ വെള്ള കളറും ഉണ്ടായിരുന്നുള്ളൂ. മഞ്ഞ എടുക്കുവാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ പിന്നെ ഈ സാധനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കീറി പോകുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റ് മൊമെൻ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ ചെറുതായിട്ട് മാഷിംഗ് ടേപ്പ് ഒക്കെ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവത്തിന് ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാതെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് വേണം നമ്മൾ നല്ല ജൈൻ ഫ്ലവർ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നല്ല ജൈൻ സ്റ്റെമ്മ് വേണ്ടതുകൊണ്ട് നല്ല നീളമുള്ള സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഞാൻ ഫോയിൽ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഫോയിൽ പേപ്പർ ഇല്ലാത്തൊരു സാധാരണ നമ്മൾ ബുക്കിലെ പേപ്പറോ ഇല്ല പത്ര പേപ്പറോ ഏതെടുത്ത് വേണമെങ്കിൽ ചെയ്തിട്ട് മാഷിംഗ് ടേപ്പ് മണ്ടയ്ക്ക് ഒട്ടിച്ച് കൊടുത്താലും മതി. എൻ്റെ പിന്നെ ഇതുള്ളതുകൊണ്ട് പണി പകുതി എളുപ്പമായി എന്ന് തന്നെ പറയാമല്ലോ. പിന്നെ നമുക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ടൈറ്റായി കൊടുത്തില്ല, ഫ്ലവറൊക്കെ ഊരി വരാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് മൊത്തത്തിൽ എന്താ പറയുക ഒരു 9 ഫ്ലവേഴ്സ് അങ്ങനെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ചെയ്തെടുത്തപ്പോഴത്തേക്ക്. അപ്പോൾ ഞാനതെല്ലാം മൊത്തത്തിൽ ഒട്ടിച്ച് കൊടുത്തു. കാരണം ഇല്ലെങ്കിൽ എന്താ പറയുക ചിലയിടത്തില്ല ഉണ്ട്, ആ ഒരു ടൈപ്പായിരുന്നു. പിന്നെ പച്ച കളർ വെച്ച് ഡാർക്ക് ഗ്രീൻ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ ലൈറ്റും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ അതും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഡിസൈൻ ചെയ്തൊരു ഗ്ലാസ് ഉള്ളതുകൊണ്ട് നമ്മുടെ സാധനം ഇവിടെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ സപ്പോർട്ടാക്കുമല്ലേ. ബൈ.